ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച SRT ടെക്സ്റ്റ് ബുക്കിലൂടെയാണ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കെമിസ്ട്രി ടോപ്പിക്കാണ്. ഫസ്റ്റ് ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം. അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അല്ലെങ്കിൽ അതിൻ്റെ സ്പേസിനെ ആണ് എന്തെന്ന് പറയുന്നത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുണ്ടെന്ന് നമുക്കറിയാം. ഇവ മൂന്നും കൂടാതെ ദ്രവ്യത്തിൻ്റെ മറ്റവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളിലും നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവയാണ് അതിന് ഉദാഹരണങ്ങൾ. ഇപ്പം നമ്മൾ ദ്രവ്യത്തിൻ്റെ 5 അവസ്ഥകൾ പഠിച്ചു. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതിക മാറ്റവും രാസമാറ്റവും. കടലാസ് കത്തുന്നതും മെഴുകുരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കടലാസ് കത്തി അത് പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു. വീണ്ടും അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ മെഴുകുരുകിയാലും അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു. അവിടുത്തെ മാറ്റം താൽക്കാലികം മാത്രമാണ്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണമാണ് വ്യത്യാസപ്പെടുന്നത്. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇവിടെ കുറച്ച് രാസമാറ്റത്തിനും ഭൗതിക മാറ്റത്തിനും എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാല് തൈരാകുന്നതും വിറക് കത്തുന്നതും ഒക്കെ രാസമാറ്റമാണ്. അതിനെ വീണ്ടും പഴയൊരവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കത്തില്ല. എന്നാൽ ജലം ഐസാകുന്നതും മെഴുകുതിരി കത്തുന്നതും ഐസ് ഉരുകുന്നതും ഒക്കെ അതൊരു ഭൗതിക മാറ്റമാണ്. അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മൾ എന്താണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് നോക്കാം. കർപ്പൂരം, നാഫ്തലിൻ അല്ലെങ്കിൽ പാറ്റ ഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇതിനെയാണ് ഉത്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ കർപ്പൂരം, നാഫ്തലിൻ അല്ലെങ്കിൽ പാറ്റ ഗുളിക ഈ വസ്തുക്കളെ ഖരാവസ്ഥയിലുള്ള വസ്തുക്കളാണിവ. ഇവ ചൂടാക്കുമ്പോൾ അത് വാതകമായി മാറുന്നു. ഈ പ്രവർത്തനമാണ് ഉത്പാദനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരവസ്ഥയിലുള്ള ഒരു പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഒരവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തെ മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ താപം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴുമുള്ള കണികകളുടെ ഊർജ്ജത്തിന് സംഭവിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു താപത്തെ ആഗിരണം ചെയ്യുമ്പോൾ അത് ദ്രാവകമാവുകയും ദ്രാവകം താപം ആഗിരണം ചെയ്യുമ്പോൾ അത് വാതകമാവുകയും ചെയ്യുന്നു. പിന്നീട് താപം പുറത്തേക്ക് വിടുമ്പോൾ വാതകം അത് ദ്രാവകമായും ദ്രാവകം താപം പുറത്തു വിടുമ്പോൾ അത് ഖരാവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങളെന്നും പുതിയതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉത്പന്നങ്ങളെന്നും പറയുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ അഭികാരകങ്ങളെന്നും പുതിയതായി രൂപം കൊള്ളുന്നതിനെ ഉത്പന്നങ്ങൾ എന്നുമാണ് പറയുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചാൽ പോലും അതിലുള്ള കഷ്ണങ്ങളെല്ലാമാണ് അവിടുത്തെ അഭികാരകങ്ങളും. ഇതെല്ലാം കൂടി ചേർന്ന് ഉണ്ടാകുന്ന സാമ്പാറാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. അടുത്തതായി താപരാസപ്രവർത്തനങ്ങൾ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ അവിടെ ഒരു വാതകം ഉണ്ടാകും. അത് എന്ത് വാതകമാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. കത്തിച്ച ഒരു തീപ്പെട്ടിക്കോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കൊണ്ടുവരിക. അപ്പോൾ ടപ്പ് എന്ന ശബ്ദത്തോടു കൂടി അത് കത്തും. അപ്പോൾ അവിടെ ഉണ്ടായ വാതകം ഹൈഡ്രജനാണ്.
മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകമുണ്ടാകുന്നു. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴ്ഭാഗത്ത് സ്പർശിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ചൂടും ഉണ്ടാകും. അപ്പോൾ ഈ പ്രവർത്തന ഫലമായി ഹൈഡ്രജനോടൊപ്പം തന്നെ താപവും പുറത്തു വന്നു. ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നു. അടുത്തതായി മറ്റൊരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കുക. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തായിട്ട് ഒരു എരിയുന്ന ചന്ദനത്തിരി കാണിക്കുക. അപ്പോൾ ചന്ദനത്തിരി അത് ആളിക്കത്തും. അപ്പോൾ അവിടെ ഉണ്ടായ വാതകം ഓക്സിജനാണ്. അപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റിന് താപം കൊടുത്തപ്പോൾ അത് വിഘടിച്ച് ഓക്സിജൻ എന്ന വാതകം ഉണ്ടായി. അപ്പോൾ ഓക്സിജൻ ഇവിടുത്തെ ഒരു ഉൽപ്പന്നമാണ്. ഒരു രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപാഗിരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നു. ഒരു രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപാഗിരണ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായി താപരാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. താപോർജ്ജത്തെ പുറത്തുവിടുന്നതോ അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങളെ പൊതുവെ താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അടുത്തതായി പ്രകാശ സംശ്ലേഷണമാണ്. ഈ പ്രക്രിയയിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫെറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസം ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലൂമിനസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജൻ്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളിലും പുഴുക്കളിലും ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്. പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അടുത്തതായി ഒരു ഡ്രൈ സെല്ലിൻ്റെ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഡ്രൈ സെല്ലിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇനി അടുത്തതായി എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് നോക്കാം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് അറിയപ്പെടുന്നത്. അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നു. ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് ജലം വിഘടിക്കുന്നത്. അതായത് ഇതൊരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ്. അടുത്തതായി എന്താണ് വൈദ്യുത ലേപനം എന്ന് നോക്കാം. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ റോൾഡ് ഗോൾഡൊക്കെ ഇപ്പോൾ വെള്ളി ആഭരണങ്ങളുടെ മുകളിൽ സ്വർണം പൂശുന്നുണ്ട്. അതൊക്കെയാണ് ഈ വൈദ്യുത ലേപനത്തിന് എക്സാമ്പിൾസാണ്. ഇനി അടുത്തതായിട്ട് എന്താണ് വൈദ്യുത രാസപ്രവർത്തനങ്ങളെന്ന് നോക്കാം. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ ആ രാസപ്രവർത്തനം മൂലം വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്.